ഹലോ ഗൈസ്, എല്ലാവർക്കും ഹൈടെക് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയത്തിലാണ് കേട്ടോ. മലയാളികളാണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് കണ്ടിരിക്കണം എന്നേ ഞാൻ പറയാനുള്ളൂ. ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ മറിയപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് 60 രൂപ ടിക്കറ്റ് എടുത്ത് നമുക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. ഇതാണ് ചേർമൻ തന്നെയുള്ള നമ്മുടെ വ്യൂസ് വരുന്നത്. പിന്നെ ഇവിടെ കുറേ ബുക്കുകൾ SPCSൻ്റെ അംഗീകൃതമുള്ള അവർ പബ്ലിഷ് ചെയ്ത ഇഷ്ടംപോലെ ബുക്കുകൾ നമുക്കിവിടെ മേടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കിടക്കാം. ഇതാണ് മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കിടക്കുന്ന ബ്ലോക്ക്. നമ്മൾ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് ഇവർ നമുക്കൊരു പ്ലേ ചെയ്ത് തരും. അതായത് ഭാഷയുടെ ഉത്ഭവം, പിന്നെ എവല്യൂഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. നമുക്കിതെല്ലാം നമുക്കൊരു 10 മിനിറ്റത്തെ വീഡിയോ നമുക്കെല്ലാം കണ്ടിട്ടാണ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കിട്ടിയിട്ടാണ് നമ്മൾ നേരെ അകത്തേക്ക് കിടക്കുന്നത്. ഇതുപോലെ പല ഗാലറിയിലായിട്ടാണ് നമുക്ക് ഓരോന്നും കാണാൻ കഴിയുന്നത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രാചീന കാലത്തെ ഭാഷയുടെ പരിണാമവും അതിൻ്റെ ആശയവിനിമയ മാർഗ്ഗങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത് പ്രാചീന കാലഘട്ടത്തിലെ. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എല്ലാം സ്മാർട്ട് രീതിയിൽ, അതായത് ടച്ച് സ്ക്രീനോടുകൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് കാണാം. വിത്ത് പിക്ക് ഉണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. എല്ലാം നമുക്ക് ടച്ച് ചെയ്ത് നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ എല്ലാം കിട്ടും. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാലഘട്ടത്തിലെ ഓരോ ലിപിയുടെ ഉത്ഭവങ്ങളാണ് കേട്ടോ. പല പല കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ വിശദമായിട്ട് കാണാം. ഒരു വീഡിയോ ലെങ്ത് കൂടുന്നാൽ നമ്മൾ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഇവിടെ നമ്മൾക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും കിട്ടിയ കുറച്ച് ആശയവിനിമയ മാർഗ്ഗങ്ങൾ, അതായത് പാറയിൽ കുറച്ച് കോറിയ ചിത്രങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ. ഓരോ ഗുഹയിൽ നിന്നൊക്കെ കിട്ടിയത്, അത് ഇന്ത്യയിൽ നിന്നും പിന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും കിട്ടിയ പല പല സ്ഥലത്തു നിന്ന് കിട്ടിയ കുറച്ച് ഇതുപോലെ പാറയിൽ കോറിയ ചിത്രങ്ങളും കുത്തിവെച്ച ചിത്രങ്ങളൊക്കെ ഇവിടെ ഡെമോ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും ഡെമോ അതിൻ്റെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണോ നമുക്ക് ഒറിജിനലായിട്ട് കാണുന്നത് അവിടെ ചെന്ന് അതേപോലെ അതേ വലിപ്പത്തിൽ ഇവിടെ ഡെമോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇവിടെ നിന്നാണ് പല പല ഗുഹയിൽ നിന്ന് കിട്ടിയ പല പല രേഖാചിത്രങ്ങളും പാറയിൽ കോറിയ ചിത്രങ്ങളും കൊത്തിവെച്ച ചിത്രങ്ങളൊക്കെ കാണുന്നത്. എല്ലാത്തിനും ഡെമോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ നിന്ന് കിട്ടി, എന്ന് കിട്ടിയെന്നൊക്കെ എല്ലാം ഡീറ്റെയിൽസും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ഇവിടെ കണ്ട മാതൃകയുടെയൊക്കെ ഒറിജിനൽ കാണണമെങ്കിൽ ഇവിടെ ഒരു TV സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ടച്ച് സ്ക്രീനാണ് വരുന്നത്. നമുക്കത് സെലക്ട് ചെയ്ത് ഇതിൻ്റെ എല്ലാ ഒറിജിനൽ വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ. നമുക്കൊന്നും അവിടെ പോയി കാണാനുള്ളൊരു പരിമിതി ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം നമുക്ക് സ്മാർട്ട് രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഇത് എടക്കൽ ഗുഹയിൽ കാണുന്ന നമ്മുടെ കേരളത്തിലെ എടക്കൽ ഗുഹ കണ്ട കൊത്തുപണികളൊക്കെ കേട്ടോ. ഇതുപോലെ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പാറയിൽ കൊത്തി വെച്ചേക്കുന്ന കുറേ ലിപികൾ കേട്ടോ. ഒറിജിനൽ നമുക്ക് കാണുന്ന പോലെ തന്നെ ഒരു ഡെമോ മാതൃകാ രീതി ഉണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടോ. ഒറിജിനൽ നമുക്ക് ഇതേ രീതി കാണുന്ന പോലെ തന്നെ നമ്മളെല്ലാം കൊത്തുപണികൾ വിട്ടിട്ടുണ്ട്. ഇതിനെല്ലാം ഫുൾ ഡീറ്റെയിൽസ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുന്ന് കിട്ടി, എന്താണ്, ഏത് കാലഘട്ടത്തിലുള്ളതാണ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേറൊരു മാതൃക കാണാം, കല്ലിൽ കൊത്തിവെച്ചേക്കുന്ന വേറൊരു ലിപി.
ഇത് കണ്ടില്ലേ, നമ്മൾ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ച ഹാരപ്പൻ സംസ്കാരം, അതുപോലെ തന്നെ ഹാരപ്പൻ ലിപിയും നമുക്കിവിടെ ഒരു മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഫുൾ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്ന കുറേ മാതൃകകൾ കേട്ടോ. നമ്മൾ താളിയോലകൾ സൂക്ഷിച്ച് വെക്കുന്ന ഒരു പാത്രമുണ്ട്. പിന്നെ നമുക്ക് എഴുത്ത് പ്രതലങ്ങൾ, പല പ്രതലങ്ങളിൽ എഴുതിയ പല പല ലിപികൾ. ഇതുണ്ട് ആമയുടെ തോടിൽ എഴുതിയ, പണ്ട് ആമയുടെ തോടുകളിൽ ലിപികൾ എഴുതുമായിരുന്നു. പിന്നെ അതുപോലെ മുളകളിൽ, പിന്നെ അതുപോലെ പല പല തുണികളിൽ, അങ്ങനെ പല പല പ്രതലങ്ങളിൽ എഴുതിയ കുറേ മാതൃകകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്നും കുറേ ലിപികൾ ഓരോ പ്രതലത്തിൽ കുത്തിവെച്ചേക്കുന്നത് കാണാം, പല പല കല്ലുകളിൽ. ഇതൊക്കെ ഓരോന്നും പല പല കാലഘട്ടത്തിൽ പല പല സംസ്കാരത്തിലുണ്ടാക്കിയ ലിപികളാട്ടോ. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. അതിൻ്റെ QR കോഡ് വെച്ചിട്ടുണ്ട്, അത് പറ്റി സ്കാൻ ചെയ്യുവാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നെറ്റ് വഴി കാണാം. എല്ലാ സൗകര്യവും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കാണുന്ന നമ്മുടെ ഇപ്പോഴത്തെ മലയാള ഭാഷകൾ ഉത്ഭവിച്ച് വന്ന പരിണാമിച്ച് വന്ന കാര്യങ്ങളാണ് കേട്ടോ കാണുന്നത്. ഇപ്പോൾ ആ എന്ന് പറഞ്ഞ അക്ഷരം പണ്ട് മുതൽ ഇപ്പോൾ വരെ എങ്ങനെ ഇത് വന്നു, പരിണമിച്ച് വന്നു എന്ന് കാണുന്ന ഇത് രീതി കേട്ടോ. ഇതുണ്ടോ, ഓരോ കാലഘട്ടത്തിലുള്ള ഓരോരോ എന്ന രീതി എഴുതിക്കൊണ്ടിരുന്ന പല പലതാണ്. ഇത് ഏറ്റവും അവസാനം നമുക്ക് ഒന്നിച്ച് കാണാൻ പറ്റും എല്ലാം.
ഇത് കണ്ടില്ലേ, ല എന്ന അക്ഷരം നമുക്ക് ഇത് ഉത്ഭവിച്ച് വന്ന് പരിണമിച്ച് വന്ന് കാണണം. ആദ്യത്തെ മുതൽ അവസാനം ഇപ്പം ല വരെ വന്നത് എങ്ങനെ വന്നു എന്ന് പരിണാമം നമുക്ക് മുഴുവനായിട്ട് അങ്ങനെ മൊത്തം എല്ലാ മലയാള ഭാഷയുടെയും പ്രത്യേകം ഇതിനകത്ത് വീഡിയോ ആയിട്ട് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കാലഘട്ടം കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ മൃഗത്തോലിൽ എഴുതി വെച്ചേക്കുന്ന മാതൃകകൾ, തുണികളിൽ പല സ്കിന്നുകളിലൊക്കെ എഴുതി വെച്ചേക്കുന്ന മാതൃകകൾ നമുക്കിവിടെ കാണാം കേട്ടോ, കുത്തുപണികളും. പിന്നെ അതുപോലെ ഓരോ ഭാഷകൾ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ താളിയോലയിൽ എഴുതുന്ന നാരായ ഇവിടെ കാണാം. പിന്നെ പണ്ട് കാലത്തെ മഷിപ്പേന ഇവിടെ കാണാം. അങ്ങനെ കാലം കുറച്ചുകൂടി പുരോഗമിച്ച് വരുന്ന ആ രീതിയാണ്. പിന്നെ താളിയോലകൾ കണ്ടത്, താളിയോലയിൽ വെച്ചിട്ടുണ്ട് ഇവിടെ അല്ലേ. പിന്നെ നമ്മൾ കല്ലുകളൊക്കെ മാറി പതിയെ പുസ്തകത്തിലേക്ക് വന്നപ്പം പണ്ട് കാലത്തെ പുസ്തകത്തിലേക്ക് എഴുതി വെച്ചേക്കുന്നുണ്ട്. മലയാള അക്ഷരങ്ങൾ എഴുതി വെച്ചേക്കും, നമുക്ക് നിന്ന് വായിക്കാൻ പറ്റും. പുസ്തകത്തിലേക്ക് കടന്നപ്പോൾ അതിൻ്റെ കുറച്ചുള്ള മാതൃകകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്, എവിടുന്ന് എങ്ങനെ കിട്ടി, ഏതൊക്കെയാണെന്നൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കാണുന്ന അതുപോലുള്ള പല കാലഘട്ടത്തിലുള്ള പല പുസ്തകങ്ങളാട്ടോ. ഇനി നമ്മൾ കുറച്ചുകൂടി കടന്നു വന്നപ്പോൾ അച്ചടി കാലഘട്ടത്തിലേക്ക് കടന്നു വന്നപ്പോൾ അച്ചടി യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം, അങ്ങനെ അച്ചടിച്ച ആദ്യത്തെ പ്രസിദ്ധീകരണങ്ങളും അങ്ങനെയൊക്കെയാണ് പിന്നെ കുറേ കാണുന്നത്. പിന്നെ അച്ചടി യന്ത്രം എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ആദ്യത്തെ അച്ചടി യന്ത്രം, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ ടി വിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് വായിക്കാം.
നമുക്ക് അതുപോലെ അച്ചടിച്ച കുറേ പ്രസിദ്ധീകരണങ്ങളുടെ കുറച്ച് വാർത്തകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ഇത് പണ്ടത്തെ ഗാന്ധിജിയുടെ കുറച്ച് വാർത്തകളുണ്ട്. പിന്നെ നമ്മുടെ കോട്ടയം സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്തയെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്കിവിടെ കാണാം മലയാളത്തിലെ ആദ്യത്തെ പത്രമാസിക രാജ്യസമാചാരം, അതിൻ്റെ ഫസ്റ്റ് കോപ്പി, പിന്നെ അതുപോലെ തന്നെ പല പല പത്രങ്ങൾ, പണ്ടത്തെ പത്രങ്ങളുടെയൊക്കെ പല പല കോപ്പികൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റത്തില്ല എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അതാണ് പറഞ്ഞത്, മലയാളിയാണെങ്കിൽ നമുക്ക് എന്താണല്ലോ ഇവിടെ ഒരു പ്രാവശ്യം വന്ന് നമ്മുടെ ഭാഷ എങ്ങനെ ഉത്ഭവിച്ചു എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും കാണും. പിന്നെ നമുക്കിവിടെ കാണാം നമ്മുടെ കോട്ടയം 100% ലിറ്ററസി സാക്ഷാത്കരിച്ചു എന്ന് പറഞ്ഞ് കളക്ടർ പുറപ്പെടുവിച്ച ആ പേപ്പർ, അതിൻ്റെ കോപ്പി ഇവിടെ ഇരിക്കുന്നു കേട്ടോ. അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. ആദ്യത്തെ പുസ്തകങ്ങൾ, അച്ചടി പുസ്തകങ്ങൾ, പിന്നെ കുറേ കാര്യങ്ങൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒറിജിനൽ ആയിരിക്കുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ദ്രാവിഡ ഭാഷയിലെ കുറച്ച് ഉത്ഭവങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മലയാളം, തമിഴ്, തെലുങ്ക് അങ്ങനെയുള്ള ദ്രാവിഡ ഭാഷകളുടെ കുറേ ഉത്ഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇതുമെല്ലാം ഇതുപോലെ കമ്പ്യൂട്ടറിൽ റീഡ് വെച്ചേക്കും. നമുക്ക് ടച്ച് ചെയ്ത് ഏത് വേണമെങ്കിലും നമുക്ക് എത്ര ഡീറ്റെയിൽസ് വേണമെങ്കിലും കാണാം കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രധാന പത്രമാധ്യമങ്ങളാണ് കാണുന്നത് കേട്ടോ. പണ്ടത്തെ പത്രമാധ്യമങ്ങളുടെയൊക്കെ കോപ്പികൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ട് ഇതിങ്ങോട്ട് വന്നാൽ പിന്നെ കുറേ അച്ചടി യന്ത്രങ്ങളാണ്. പണ്ടത്തെ കാലത്തെ അച്ചടി യന്ത്രങ്ങൾ, ആദ്യത്തെ ഭാഷ വരെ കണ്ട വ്യത്യാസമാണ്. പിന്നെ ഇങ്ങോട്ട് മോഡേൺ രീതിയിലേക്ക് പതിയെ വരുന്നു. ഇവിടെ നമുക്ക് പണ്ടത്തെ കുറേ മലയാളം പുസ്തകങ്ങളുടെ മാതൃകകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ പഴഞ്ചൊല്ലിൻ്റെ കുറേ എണ്ണമുണ്ട്. പിന്നെ പാഠാരംഭം, കുറച്ച് പണ്ടത്തെ പാഠാരംഭങ്ങളുണ്ട്. അങ്ങനെ കുറേ പണ്ടത്തെ പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ദുലേഖ ഉണ്ടല്ലേ, അത്, അങ്ങനെ കുറേ പുസ്തകങ്ങളുടെ മാതൃകകളാണ് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ SPCSൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം കേട്ടോ. അതിൻ്റെ ഉത്ഭവം, അതെങ്ങനെ തുടങ്ങി വെച്ചു, അതിൻ്റെ ഫൗണ്ടർ ആരൊക്കെയാണ്, അങ്ങനെ കുറേ രീതികൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, ഇതിൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സാണ്. ഇത് അന്നത്തെ കാലത്തെ SPCSൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സിൻ്റെ ഒരു ഫോട്ടോയും കാലഘട്ടങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
ഉണ്ടോ. പിന്നെ അവരുടെ കുറേ അതിൻ്റെ കുറേ പത്രങ്ങളും സർട്ടിഫിക്കറ്റും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മാതൃക കോപ്പികളാണ് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ അന്നത്തെ കാലത്ത് ഏതോ ഒരു ഇംഗ്ലീഷ് ഡോക്യുമെൻ്ററിയിലെടുത്ത കുറച്ച് ക്ലിപ്പുകളുണ്ട്, നമുക്ക് കാണാവേ. പിന്നെ നമ്മൾ SPCSലെ പ്രധാന മെമ്പേഴ്സിൻ്റെയൊക്കെ ഒപ്പുകൾ നമ്മളിതുവരെ കണ്ടിട്ട് പോലില്ല. അവരുടെ എല്ലാ ഒപ്പുകളുടെ ഒരു ശേഖരണം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ, എല്ലാവരുടെ ഒപ്പുകളുണ്ട് ഇവിടെ. പിന്നെ അവരുടെ കുറച്ച് ഫോട്ടോഗ്രാഫുകൾ എല്ലാം ഉണ്ട്. ഇന്ദിരാഗാന്ധി, ഗാന്ധിജി, അങ്ങനെ പല പല ആൾക്കാരെ കുറിച്ച് ചെയ്യുന്ന ഫോട്ടോഗ്രാഫികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അന്ന് പ്രസിദ്ധീകരിച്ച ആദ്യത്തെ കുറേ പുസ്തകങ്ങൾ, മാതൃകകളല്ല കേട്ടോ, ഇതിൽ ഒറിജിനലാണ് കേട്ടോ, പുസ്തകങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നാൽ കാണാം. ഇപ്പോൾ നമ്മൾ കണ്ടത് താഴത്തെ നിലയിലെ കാഴ്ചകളായിട്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കിടക്കുമ്പോൾ അവിടെ മാപ്പുകളാണ് വരുന്നത്. അതൊന്നുമല്ല, നമ്മൾ താഴെ നിലയിൽ കണ്ട കാഴ്ചകൾ, ഡീറ്റെയിൽ ആയിട്ട് കണ്ട കാഴ്ചകളെല്ലാം ഇവരൊരു സമ്മറൈസ് ചെയ്ത് ഒരു മാപ്പിൻ്റെ രീതിയിലെല്ലാം എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ പണ്ടത്തെ കാലത്തെ പ്രാചീന അക്ഷരങ്ങളും അതിൻ്റെ ചിഹ്നങ്ങളും എല്ലാം ഇതിപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ABCD അതിൻ്റെ പല പല കാലഘട്ടത്തിലുള്ളത്. ഇപ്പോൾ ഗ്രീക്കിലാണെങ്കിലും അരാമിക്കാണെങ്കിലും അറബിക്ക്, ബ്രാഹ്മി, ആ പല കാലഘട്ടത്തിൽ എങ്ങനെ സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ എങ്ങനെ എഴുതിയിരുന്നു, അതിൻ്റെ ചിഹ്നങ്ങളും കാര്യങ്ങളെല്ലാം ഒരു സമ്മറി പോലെ മാപ്പിലെ രീതിയിൽ എഴുതി വെച്ചേക്കുന്ന കേട്ടോ. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രമല്ല, മലയാള അക്ഷരങ്ങളും പല നൂറ്റാണ്ടിലെ പല കാലഘട്ടത്തിലെ മലയാള അക്ഷരങ്ങൾ എങ്ങനെ പരിണമിച്ച് വന്നു എന്ന് കാണിക്കുന്ന മാപ്പുകളും ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ കാണാം, പല കാലഘട്ടത്തിൽ. പിന്നെ നമ്മൾ ഇന്നും അറിയാത്ത കുറേ അളവുകളുണ്ട്. ആ അളവുകളൊക്കെ എങ്ങനെ പറയുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ ചിഹ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പടം 1/4 കാലൊക്കെ അറിയാവുന്ന അതുപോലെ പല അക്കങ്ങളും അളവുകളും സൂചിപ്പിക്കുന്ന കുറേ ചിഹ്നങ്ങളും വാക്കുകളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മലയാള അക്ഷരങ്ങൾ എങ്ങനെ രൂപീകരിച്ച് പരിണമിച്ച് വന്നു എന്ന് കാണിക്കുന്ന അങ്ങനെ എല്ലാം പല കാലഘട്ടത്തിൽ പല പ്രാചീന കാലഘട്ടത്തിൽ എങ്ങനെ സിംബോളിക്കലായിട്ടും അല്ലാതെ ലിപിയിലും എങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് കാണിക്കുന്ന എഴുതിയ മാപ്പാകട്ടെ ഇത്. അതിൻ്റെ ചിഹ്നങ്ങളും അതിൻ്റെ കാലഘട്ടങ്ങളും നൂറ്റാണ്ടും എല്ലാം നമുക്ക് ഈ ഒറ്റ മാപ്പിനകത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ലാസ്റ്റ് പോകുന്ന ഒരു ഡയറക്റ്റ് റൂമിലായിട്ടാണ്. ഇവിടെ ഫുൾ മാപ്പ് നമുക്കിവിടെ വലിയൊരു സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് അവിടുത്തെ പ്രധാന സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ.
ഇതിൻ്റെ വെളിയിൽ ഒരു മിനി തിയേറ്റർ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. മിനി തിയേറ്റർ എന്ന് പറഞ്ഞാൽ ചില ഡോക്യുമെൻ്ററികളൊക്കെ ഇവിടെ പ്രദർശിപ്പിക്കാറുണ്ട്. നമ്മൾ മിനിമം ഒരു 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ തിയേറ്റർ പ്രസിദ്ധീകരിക്കത്തുള്ളൂ. സ്കൂള്, കോളേജ് പോലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഇത് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു മലയാളിയാണെങ്കിൽ ഇവിടെ വന്ന് ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.